ദരിയാഗഞ്ചിലേക്കുള്ള യാത്രയാണ്. ബസ് ഇറങ്ങിയത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. മാറിയതല്ല, അവിടെയും ബുക്ക് സ്റ്റാളുകളൊക്കെ ഉണ്ട്, പക്ഷെ പ്രധാന ഇടം ഇതല്ല. അങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു റിക്ഷാക്കാരനെ കണ്ടു. അവരോട് ചോദിച്ചപ്പോ കൃത്യമായിട്ടുള്ള റേറ്റ് ആണ് പറഞ്ഞത്. എനിക്കിഷ്ടമാട്ടോ ഈ കൃത്യമായിട്ടുള്ള റേറ്റുകൾ പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആളുകളെ. ആള് പറഞ്ഞത് 30 രൂപയാണ്, നിങ്ങൾ തന്നാ മതി, പെട്ടെന്ന് എത്തും എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് വണ്ടി കയറും. ആവശ്യങ്ങൾ നിറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവര് അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. അങ്ങനെ സൈക്കിളിൽ കയറി റോങ് റൂട്ടിലൂടെയാണ് കേട്ടോ പോകുന്നത്, ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. പക്ഷെ അവിടുന്ന് ഇങ്ങനെ പോയാൽ വളരെ തുച്ഛമായ ദൂരമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഡൽഹിയിൽ ഇതൊക്കെ പ്രധാന കാഴ്ചകളൊന്നും അല്ല, എല്ലായ്പ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. തൊട്ടടുത്ത് ആളോട് വണ്ടി നിർത്താൻ പറഞ്ഞ് അവിടുത്തെ വീഡിയോ ഒന്ന് എടുക്കാൻ തീരുമാനിച്ചു. കിലോ 120 രൂപയാണ് ഇവിടുത്തെ കച്ചവട നിരക്ക്. സൺഡേ മാർക്കറ്റ് ആയാൽ ഇവിടെയും തകൃതിയാണ് കച്ചവടം. അങ്ങനെ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞ് വണ്ടിയെടുത്ത്. ദരിയാഗഞ്ച് നമ്മുടെ സാധാ നാട്ടിലൊക്കെ കാണുന്ന ചന്തകളുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു പുസ്തക ചന്തയാണ്. വാഹന പ്രേമികളായ ആളുകളല്ല, പുസ്തക പ്രേമികളായ ആളുകൾക്ക് നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ദരിയാഗഞ്ചിലെ ഈ സൺഡേ മാർക്കറ്റ്. വലിയൊരിടം, അത് മൊത്തം പുസ്തകങ്ങളാണ്. ഡൽഹിയില് ചരിത്ര സ്മാരകങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എവിടെ പോയാലും ചരിത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സ്മാരകങ്ങൾ കാണും. അങ്ങനെ അസഫ് അലി റോഡിലേക്കാണ് കയറിയത്. അങ്ങനെ വണ്ടി ഇങ്ങനെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്കാണ് ഈ പോകുന്നത്. അദ്ദേഹം ക്ഷീണത്തോടെ ഇങ്ങനെ ചവിട്ടുമ്പോൾ ഒരു പാവമൊക്കെ തോന്നും. പക്ഷെ അധ്വാനിച്ച് ജീവിക്കുന്നത് ആലോചിക്കുമ്പോൾ വലിയൊരു സന്തോഷവും തോന്നും. അങ്ങനെ വലിയ ബിൽഡിങ്ങുകൾക്കിടയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് ആള് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദരിയാഗഞ്ച് പോകണമെന്നുള്ളത് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ്. അവിടുത്തെ ബുക്ക് സ്റ്റാളുകളെ കുറിച്ച് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് എത്താനായി. അദ്ദേഹം പറഞ്ഞ് ഇവിടെ സൺഡേ ആയാൽ വലിയ തിരക്കാണ്. അപ്പോൾ എപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടമായതുകൊണ്ട് ഇവിടങ്ങളിലാണ് യാത്ര കൂടുതൽ കിട്ടുക. അതുകൊണ്ട് ഇവിടെയാണ് കൂടുതൽ ഉണ്ടാവുക. ഈ ഇരുഭാഗത്തൂടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വലിയ സഞ്ചികളിലൊക്കെയാണ് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് കേട്ടോ. കിലോ കണക്കിന് പുസ്തകങ്ങളാണ് ഓരോ ആളുകളും വാങ്ങിക്കൊണ്ട് പോകുന്നത്. വെറും ഒരു ചന്തയല്ല എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഓരോ ആളുകളുടെ കയ്യിലും പുസ്തകങ്ങളുണ്ട്. ജെൻസികളും 90s കിഡ്സും എല്ലാവരും ഉണ്ട്. യാതൊരു മാറ്റവും ഇല്ല. ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വെച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ ബ്രോഡ്വേ ഉണ്ട്. ബ്രോഡ്വേ ഇവിടുത്തെ ഒരു സുപ്രധാന ഇടമാണ്. അങ്ങനെ ആള് പറഞ്ഞാണ്ട് ഒരു പണം അധികം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി.